കാരണം നമ്മള് അവര് പ്രസവ അത് ടൈമിൽ എപ്പോഴാ നമ്മളെ വിളിച്ചു ചോദിച്ചോട് നമ്മള് 1:30 ആവുമ്പോ ഉറങ്ങാതെ ചോദിക്കുക അപ്പോൾ പ്രസവിച്ചോ നമ്മളെ പ്രസവിച്ചോ. അതായത് ഒരു കത്തം ഓതി തീർത്തു എന്നൊക്കെ പറഞ്ഞു. അതായത് നമ്മളെന്തെങ്കിലും ഒരു ഇതിന് വേണ്ടിയിട്ട് അതൊക്കെ ഓതി തീർത്തു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ അത്രയും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നമ്മളൊരു നോക്ക് നമ്മളെ കുട്ടിയെ കാണിച്ചു കൊടുത്തത് എന്താണ്, അവർക്ക് കാണാനുള്ള ഓപ്ഷൻ സോഷ്യൽ മീഡിയയിൽ ഇടുക എന്നുള്ളതാണ്. അല്ലാതെ കാസർഗോഡുള്ള ആൾക്കാർ ഇപ്പൊ നമ്മുടെ കുട്ടിയെ കാണാൻ കൊണ്ട് വരും. അപ്പൊ അതിന് വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ, കുട്ടിയുടെ മുഖം കാണിക്കാൻ പാടില്ല, കുട്ടിയുടെ ചെറുപ്പത്തിലെ കാണിക്കണ്ടെന്നൊക്കെ കാണിക്കണ്ടെന്ന് പറയുന്ന ആൾക്കാർ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിപ്പോ തന്നെ എന്തിനാ വെറുതെ നെഗറ്റീവ് കമന്റ്സ് കേൾപ്പിക്കുന്നു എന്നുള്ള ഒരു പക്ഷം വരുന്നുണ്ട്. ഒരു പക്ഷം നോക്കുമ്പോ അതൊക്കെ ശരിയൊക്കെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നോണ്ടാണ്, അല്ലെങ്കിൽ വീഡിയോസ് ഇടുന്നോണ്ടാണ് നമുക്കിത് കേൾക്കേണ്ടി വരുന്നത്. അത് വെച്ചിട്ട് നമ്മൾ വീഡിയോ ഇടാതെ ഇരിക്കൂലല്ലോ. കാരണം നമ്മളെ ജീവിത സ്റ്റൈല് മൊത്തത്തിൽ മാറിയത്, അതായത് നമ്മളൊന്ന് രക്ഷപ്പെട്ടത് ഒരു സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷമാണ്. അപ്പൊ പിന്നെ അതങ്ങനെ കൈവിടാനും പറ്റൂലല്ലോ. അപ്പം നിങ്ങൾ ഈ കമ്പയർ എന്ന് പറയുന്ന സാധനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ആൾക്കാർ കണ്ണു വീടും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിനെങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാല് വിശ്വസിക്കാൻ നിന്നാ പിന്നെ അതിനെ നേരം ഉണ്ടാവുള്ളൂ. എന്ത് വന്നാലും അങ്ങനെയല്ല ചിന്തിക്കേണ്ടി വരും. അതൊക്കെ ഒരു മൈൻഡിലായിട്ട് എടുക്കുക.